അതായത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം കുറേ ആളുകളുടെ ജീവൻ എടുക്കും എന്നതിലുപരി ഒരു സമൂഹത്തെ നിലനിർത്തുന്ന വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ജീവിതത്തിന് അർത്ഥം നൽകുന്ന എല്ലാത്തിനെയും അത് ഇല്ലാതാക്കുമെന്നാണ് അർജുനൻ പറയുന്നത്. അത്രയും വലിയൊരു പ്രതിസന്ധിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആരാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്നത്? അത് മറ്റാരുമല്ല, മഹാനായ യോദ്ധാവ് അർജുനൻ. സ്വന്തം ബന്ധുക്കൾക്കെതിരെ, ഗുരുക്കന്മാർക്കെതിരെ ഒരു വലിയ യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിലാണ് അദ്ദേഹം. ഒന്നാലോചിച്ചു നോക്കൂ, അത്രയും പ്രശസ്തനായ കഴിവുറ്റ ഒരു പോരാളി എന്ത് കാരണത്താലായിരിക്കും തൻ്റെ ആയുധമെല്ലാം താഴെ വെച്ച് എനിക്കിത് വേണ്ട എന്ന് പറയുന്നത്? അതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് അർജുനൻ്റെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. യുദ്ധം നടന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അർജുനൻ പ്രവചിക്കുന്നത് നോക്കൂ. ആദ്യം യുദ്ധം കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. കുടുംബങ്ങൾ നശിക്കുമ്പോൾ അവരുടെ ആചാരങ്ങളും ധർമ്മങ്ങളും ഇല്ലാതാവുന്നു. അത് സമൂഹത്തിൽ അധർമ്മം വളർത്തുന്നു. അങ്ങനെ സ്ത്രീകൾ വഴിവഴിച്ചു പോകുന്നു, വർണ്ണസങ്കരമുണ്ടാകുന്നു. അവസാനം അത് പിതൃക്കളെ പോലും ബാധിക്കുന്ന നരകത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു മഹാദുരന്തമായി മാറുന്നു. കണ്ടില്ലേ ഓരോന്നും അടുത്തതിലേക്ക് എങ്ങനെയാണ് നയിക്കുന്നതെന്ന്? അങ്ങനെ ഈ ചിന്തകളുടെ എല്ലാം ഒടുവിൽ അർജുനന്റെ വാദങ്ങളുടെ എല്ലാം ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ മഹാദുരന്തത്തിന് അദ്ദേഹം ഒരു പേര് നൽകുന്ന ആ ഒരൊറ്റ ശ്ലോകത്തിലേക്ക്. ഇതാണ് ആ ശ്ലോകം. ഭഗവത്ഗീത 1-ാം അധ്യായം 43-ാമത്തെ ശ്ലോകം. ഇതിൻ്റെ ആഴം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കുലത്തെ നശിപ്പിക്കുന്നവരുടെ ദോഷങ്ങൾ കാരണം സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ശാശ്വതമായ ധർമ്മങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകം ശരിക്കും എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കിതിലെ പ്രധാനപ്പെട്ട വാക്കുകളെ ഒന്ന് കീറി മുറിച്ചു പരിശോധിക്കാം. ഓരോ വാക്കിനും എത്രത്തോളം അർത്ഥമുണ്ടെന്ന് നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉത്സ്യാദ്യന്തേ എന്നാണ്. ഇതിൻ്റെ അർത്ഥം വെറുതെ നശിക്കുന്നു എന്നല്ല കേട്ടോ. ഇത് വേരോടെ പിഴുതെറിയപ്പെടുന്നു, അതായത് എന്നേക്കുമായി ഇല്ലാതാവുന്നു എന്നാണ്. ഇത് യാദൃശികമായി സംഭവിക്കുന്ന ഒന്നല്ല. യുദ്ധത്തിൻ്റെ നേരിട്ടുള്ളൊരു പ്രത്യാഘാതമായിട്ടാണ് അർജുനൻ ഇതിനെ കാണുന്നത്. അപ്പോൾ അർജുനൻ പറയുന്നത് എന്താണ്? 2 തരത്തിലുള്ള ധർമ്മങ്ങളാണ് ഇല്ലാതാവുന്നത്. ഒന്ന് ജാതിധർമ്മങ്ങൾ, അതായത് ഒരു സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന നിയമങ്ങളും ചിട്ടകളും. പിന്നെ കുലധർമ്മങ്ങൾ, അതായത് ഓരോ കുടുംബത്തിൻ്റെയും പാരമ്പര്യങ്ങളും ആചാരങ്ങളും. സമൂഹവും കുടുംബവും രണ്ടും ഒരുമിച്ച് തകർന്നാൽ പിന്നെ എന്ത് ബാക്കിയുണ്ടാവും? ഇനി ഈ ശ്ലോകത്തിലെ ഒരുപക്ഷെ അർജുനന്റെ വാദത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ നാശത്തിൻ്റെ ഭീകരത മുഴുവൻ ആ ഒരൊറ്റ വാക്കിലുണ്ട്. ആ വാക്കാണ് ശാശ്വതാഹ. എന്താണ് ശാശ്വതമായത്? എക്കാലവും നിലനിൽക്കുന്നത്, ഒരു മാറ്റവുമില്ലാതെ എന്നെന്നും തുടരുന്നത്, അനശ്വരമായത്. അപ്പോൾ ഈ നഷ്ടം എന്തുകൊണ്ടാണ് ഇത്ര വലുതാവുന്നത്? കാരണം ഈ പറയുന്ന ധർമ്മങ്ങളൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടാക്കിയതല്ല. അവ ശാശ്വതമാണ്, അനാദികാലം മുതലേ ഉള്ളതാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ പുതിയൊരെണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ശാശ്വതമായ ഒന്നിനും നമുക്കെങ്ങനെ പുനഃസൃഷ്ടിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ക്രമത്തിനെതിരായ വലിയൊരു തെറ്റായിട്ടാണ് അർജുനൻ കാണുന്നത്. ശരി, അർജുനൻ്റെ ഈ നീണ്ട വൈകാരികമായ വാദങ്ങളെല്ലാം നമ്മൾ കേട്ടു. പക്ഷേ ഈ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയേക്കാവുന്ന വളരെ നിർണായകമായൊരു കാര്യമുണ്ട്. അതെ, ഇത്രയൊക്കെ നടന്നിട്ടും അർജുനൻ തൻ്റെ ഹൃദയം തുറന്ന് ഈ ദുരന്തങ്ങളെല്ലാം വിവരിച്ചിട്ടും കൃഷ്ണൻ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല. ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ? അത് അർജുനന്റെ വാദങ്ങൾക്ക് കൂടുതൽ ആഴം നൽകുന്നു. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം അർജുനന്റെ ഈ വിഷമം ഒരു ചോദ്യമായി നമ്മുടെ മുന്നിലുമുണ്ട്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, അവ നമ്മൾ അറിയാതെ എന്തെല്ലാം ശാശ്വതമായ മൂല്യങ്ങളെയാണ് ഇല്ലാതാക്കുന്നത്? ഇതൊരുപക്ഷെ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.